ഈ വർഷത്തെ വ്രതവിശുദ്ധിയുടെ നാളുകൾക്ക് വിട നൽകിക്കൊണ്ട് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധ ഇടങ്ങളിൽ ഈദ്ഗാഹുകളും നടന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. 30 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന ആത്മസംസ്കരണത്തിൻ്റെയും വ്രതവിശുദ്ധിയുടെയും നാളുകൾക്ക് പരിസമാപ്തി നൽകിക്കൊണ്ട് മാനത്ത് ശവ്വാലമ്പിളി തെളിഞ്ഞതോടെയാണ് ഇസ്ലാം മത വിശ്വാസികൾ ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. ത്യാഗത്തിൻ്റെ വഴിയിലൂടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിച്ചെടുത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പെരുന്നാൾ വെറുമൊരു ആഘോഷമല്ല, മറിച്ച് ആത്മനിർവൃതിയുടെ ദിനമാണ്. റമദാൻ എന്ന പുണ്യമാസം പകർന്നു നൽകിയ ക്ഷമയുടെയും സഹനത്തിൻ്റെയും പാഠങ്ങളാണ് ഈദിൻ്റെ യഥാർത്ഥ അന്തസത്ത. പുലർച്ചെ മുതൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും ഉയരുന്ന തക്ബീർ ധ്വനികൾ ഭക്തിയുടെയും വിനയത്തിൻ്റെയും അടയാളങ്ങളാണ്. ഈദ് എന്നാൽ ആഘോഷമെന്നും ഫിത്ർ എന്നാൽ നോമ്പ് തുറക്കലെന്നുമാണ് അർത്ഥമെങ്കിലും അത് വിഭാവനം ചെയ്യുന്നത് മനുഷ്യത്വത്തിൻ്റെ വലിയൊരു സന്ദേശമാണ്. വിശപ്പിൻ്റെ വിലയറിഞ്ഞ 30 നാളുകൾക്ക് ശേഷം ആരും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ നൽകുന്ന ഫിത്ർ സക്കാത്ത് ഈ ആഘോഷത്തെ അർത്ഥപൂർണമാക്കുന്നു. ദരിദ്രനും ധനികനും ഒരേ നിരയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വിവേചനങ്ങൾ തീർത്തും അപ്രസക്തമാകുന്നു. മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയാണ് ഈദ് ദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പുതുവസ്ത്രങ്ങളണിഞ്ഞും സുഗന്ധം പൂശിയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കുമ്പോൾ പകയും വിദ്വേഷവും പടിക്ക് പുറത്താകുന്നു. സ്നേഹാലിംഗനങ്ങളും കൈമാറുന്ന പുഞ്ചിരിയും ലോകത്തിന് നൽകുന്നത് സമാധാനത്തിൻ്റെ വലിയൊരു സന്ദേശമാണ്. കാഞ്ഞങ്ങാട്ടെ സലഫി മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇതുപോലെ തന്നെ ഹൊസ്ദുർഗ് ടൗൺ ജുമാ മസ്ജിദ്, കോട്ടച്ചേരി ടൗൺ ജുമാ മസ്ജിദ്, അതിഞ്ഞാൽ ജുമാ മസ്ജിദ്, കോയപ്പള്ളി മസ്ജിദ്, തൈക്കടപ്പുറം ജുമാ മസ്ജിദ്, കൂവൽപ്പള്ളി ജുമാ മസ്ജിദ് തുടങ്ങിയ ഇടങ്ങളിലും ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്കെത്തി. കോട്ടച്ചേരി സെഞ്ചുറി മൈതാനിയിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ സ്ത്രീകളടക്കമുള്ള വിശ്വാസികൾ പങ്കെടുത്തതും പ്രത്യേകം ശ്രദ്ധേയമായി. നന്മയുടെ സുഗന്ധമാണ് പെരുന്നാളിലൂടെ ആഘോഷിക്കുന്നതെന്നും ഒരുമയാണ് ഏറ്റവും വലിയ നന്മയെന്നും അതില്ലാത്തതാണ് വർത്തമാനകാലത്ത് നാം അനുഭവിക്കുന്ന ദുരന്തമെന്നും ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസികൾ തയ്യാറാകണമെന്നും പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തു. ഒരു സൽക്കർമ്മം സ്വീകരിക്കപ്പെട്ടതിന്റെ അടയാളം ആ സൽക്കർമ്മത്തിന് ശേഷം മറ്റൊരു സൽക്കർമ്മം കൂടി ചെയ്യാൻ സാധിക്കുക എന്നതാണ്. മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വ്യക്തമാക്കിയതും അതാണ്. ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല നമ്മൾ, RSP അല്ല. അല്ലാഹു പറഞ്ഞ വാചകം വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായത് വരുന്നതുവരെ നിന്റെ റബ്ബിനെ നീ ആരാധിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. എന്താണ് ഉറപ്പായത്? നമുക്കെല്ലാം ജീവിതത്തിൽ മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ഉറപ്പില്ലെങ്കിലും മരണം എന്നത് ഉറപ്പാണ്. ആ മരണം വന്നെത്തുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണേ. വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും പുലർത്തേണ്ടുന്ന സൂക്ഷ്മതയാണ് റമദാനിലെ വ്രതം വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പെരുന്നാളിന് ശേഷമുള്ള ജീവിതത്തിലും കാത്തു സൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈദ് സഫലമാകുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ മണ്ണായ കേരളത്തിൽ ചെറിയ പെരുന്നാൾ എന്നത് കേവലം ഒരു മതപരമായ ആഘോഷമല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും വലിയൊരു മാനുഷിക ഉത്സവമാണ്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.